എന്തുകൊണ്ടാണ് ഇന്ത്യൻ നോട്ടുകളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം മാത്രം കാണപ്പെടുന്നത്? അല്ലെങ്കിൽ ഗാന്ധിയുടെ ചിത്രം മാത്രം അച്ചടിക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ടോ? പലരും കരുതുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ തന്നെ ഗാന്ധിയുടെ ചിത്രം പതിച്ച നോട്ടുകളാണ് പ്രചാരത്തിൽ ഉള്ളത് എന്നാണ്. നിങ്ങളും ഇത് തന്നെയാണ് കരുതുന്നത് എങ്കിൽ അത് തെറ്റാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കിങ് ജോർജ് ആറാമന്റെ ചിത്രമായിരുന്നു ഇന്ത്യയുടെ നോട്ടുകളിൽ കാണപ്പെട്ടിരുന്നത്. അതിനുശേഷം തഞ്ചാവൂർ ടെമ്പിൾ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അശോക സ്തംഭം എന്നിവയായിരുന്നു ഇന്ത്യൻ നോട്ടുകളിൽ അച്ചടിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച ആദ്യ നോട്ട് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടത് 1969 ഗാന്ധിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് RBI പുറത്തിറക്കിയ 100 രൂപയുടെ സ്പെഷ്യൽ എഡിഷൻ നോട്ടുകളിലായിരുന്നു. 1996 വരെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന്റെ ചിത്രങ്ങളായിരുന്നു നോട്ടുകളിൽ അച്ചടിച്ചു കൊണ്ടിരുന്നത്. ശേഷം 1996 RBI മഹാത്മാഗാന്ധി സീരീസ് നോട്ടുകൾ പുറത്തിറക്കി. 1946 ഡൽഹിയിലെ വൈസ്രോയ്സ് ഹൗസിൽ ലോർഡ് പാട്രിക് ലോറൻസിനൊപ്പം എടുത്ത ഗാന്ധിജിയുടെ ഫോട്ടോയാണ് ഇന്ന് ഇന്ത്യൻ കറൻസികളിൽ കാണപ്പെടുന്നത്.